പാറപ്പുറത്ത് രണ്ട് ഓന്തെത്തി നോക്കുന്ന പോലെ നോക്കുന്നത് ഞാനും എന്റെ തങ്കിയാണ് കേട്ടാ. ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ യാത്ര പല്ലാവൂർ വാമല മുരുകക്ഷേത്രത്തിലേക്കാണ്. താഴെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അമ്പലമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പാറയം അവര് വഴി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിരാമായണം, ഹൃദയ മൂവിയിലൊക്കെ നമുക്ക് ഈ അമ്പലം കാണാൻ പറ്റും. അവിടെ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ദാ ഈ കൽപ്പടവുകളാണ് കേട്ടാ. ആകാശത്തിലേക്ക് ഒരു ഏണിപ്പടി പോലെയാണ് എനിക്ക് തോന്നിയത്. അത് കയറി ചെന്ന് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടാ. ശാന്തത മൂടിയൊരു സ്ഥലം. പിന്നെ അവിടുത്തെ കാറ്റും അവിടുത്തെ ശാന്തതയൊക്കെ നമ്മളെ അവിടെ അങ്ങ് പിടിച്ചിരുത്തും. അങ്ങനെ ഒന്ന് ഇരുന്നു പോയതാട്ടാ ഞങ്ങളും. അവിടെ നല്ല കാറ്റായിരുന്നു ഗൈസ്. ആ കാറ്റത്ത് കളിച്ച് ചേച്ചി ആ കൊട തന്നെ നശിപ്പിച്ച് കൈ തന്നു. ഇന്നത്തെ ദർശന സമയം രാവിലെ 5:30 മുതൽ 8:30 വരെയാണ് കേട്ടാ. ഞങ്ങൾ എത്തിയപ്പോഴേക്കും അമ്പലം അടച്ചിരുന്നു. പിന്നെ കഴിഞ്ഞ മാസത്തെ FB പേയ്മെന്റ് സ്റ്റക്ക് ആയിരുന്നു. അതുകൊണ്ട് അത് ശരിയാവാൻ നല്ലോണം അങ്ങ് പ്രാർത്ഥിച്ചു. ആ സമയം തങ്കി അവന്റെ പണിയിലായിരുന്നു. അവൻ ആ കുറ്റി ഇളക്കാൻ നോക്കുമായിരുന്നു. കാല് വേദനിച്ചപ്പോ ആശാൻ നിർത്തി. അടുത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാ ഈ പാലമരമാണ്. അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നെല്ലിയാമ്പതി മലനിരകളൊക്കെ കാണാൻ പറ്റും. നല്ല മനോഹരമായ വ്യൂ ആയിരുന്നു അത്. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ആ കൽപ്പടവുകൾ ഇറങ്ങുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ അമ്പലവും ആ ഉരുണ്ടുകൂടിയ മേഘങ്ങളൊക്കെ ശ്രദ്ധിച്ചോ, എന്ത് രസാലേ. പിന്നെ ഏതൊരമ്പലത്തിൽ പോയാലും തങ്കിക്ക് കാണിക്കവഞ്ചിയിൽ പൈസ ഇടണം. എനിക്ക് ഏറ്റവും ഇഷ്ടം അവന്റെ കൂടെ കളിക്കാനാണ്. കൊല്ലങ്കോട് നിന്ന് 6 കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട സ്ഥലം. ഇവിടെ വന്നിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ.